ഹായ് ഹലോ. കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയമില്ലാത്തതും ഒരു പ്രധാന കാര്യമാണ് കണ്ടന്റ് ഇല്ലാത്തതും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ റോസപ്പൂക്കളുടെ അടുത്താണ്. റോസ് എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ നല്ല ഭംഗിയുള്ള ചെടികൾ നോക്കി പൂക്കൾ നോക്കിയൊക്കെ വാങ്ങിച്ചിട്ട് വരും. ആ പൂത്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ പൂക്കൾ ഉണ്ടാവില്ല. അതാണ് വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇതിൽ വരുന്ന മുട്ട് ഉണങ്ങി കരിഞ്ഞു പോവുക, നല്ല ഒരു പൂക്കൾ ഉണ്ടാവാതിരിക്കുക, വലിപ്പം കുറഞ്ഞ പൂക്കൾ ഉണ്ടാകുക, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പോൾ കുറച്ച് ദിവസം എനിക്ക് ജോലി ഇല്ലാതെ കുറച്ച് നാളിരുന്നു. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. അങ്ങനെ ഇപ്പം എൻ്റെ ചെടികൾ കണ്ടോ, എല്ലാം നല്ല ശക്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തെന്താന്ന് വെച്ചാൽ എല്ലാം ആദ്യം എൻ്റെ തടത്തിൽ ഒരു കളയില്ലാണ്ട് നല്ല രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മൾ ഈ റോസ് വരുമ്പോൾ അതിൻ്റെ പൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയും. ഫെയ്ഡായി തുടങ്ങുമ്പോഴേ നമ്മളതങ്ങോട്ട് മുറിച്ച് കളയും. അപ്പം അതിൽ നിന്ന് നമുക്ക് 1, 2, 3 ചെനപ്പ് വരെ വരും. പിന്നെ ബഡഡ് റോസ് ഉണ്ടല്ലോ, ബഡഡ് റോസിൻ്റെ ബഡ് ചെയ്തതിൻ്റെ താഴെ കൂടെ ഒരു ചെനപ്പ് വരും. ഭയങ്കര ശക്തിയിലാണ് വരിക. അപ്പം നമുക്ക് നല്ല ഹാപ്പി ആവും. പക്ഷെ അത് കാട്ടു റോസാണ്. ആ ചെടിപ്പ്, ആ പൊടിപ്പ് നമ്മൾ പൊട്ടിച്ച് കളയണം, വളരാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇതിൽ പൂ വരില്ല. അതിങ്ങനെ കാട്ടു റോസാണ്. പിന്നെ ഇതിൽ കുറച്ച് വളങ്ങൾ ചെയ്യും. വളം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് അതിൽ നേർപ്പിച്ചിട്ട് അതൊഴിക്കും. കൂടാതെ ഞാൻ ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തോല് കുപ്പിയിൽ മുറിച്ചിടും, എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ കുറച്ച് ആ മുകളിൽ വരുന്ന വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യും, ഒഴിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളില്ലേ, അതെല്ലാം കൂടെ നമുക്കൊരു വെജിറ്റബിൾ സ്ലറി ഉണ്ടാക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇടും. എല്ലും ചാണകപ്പൊടിയും കുമ്മായപ്പൊടി എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് എല്ലുപൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടും. വേപ്പിൻ പിണ്ണാക്ക് കിട്ടി അത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ ചെതൽ പോലത്തെ ബാക്കിയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. അത്ര ഇടാറുണ്ട്. ഇത് കൂടാതെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോയ ചങ്ക്സില്ലേ, സോയ, അത് രണ്ടും കൂടെ പൊടിച്ചിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഞാനൊരു ചെറിയ മണ്ണൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കും. നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, വളർച്ചയ്ക്ക് ഉപകാരപ്പെടും. ഇത്രയും കാര്യങ്ങൾ ചെയ്യും. ഇപ്പം എൻ്റെ റോസൊക്കെ നല്ല, അതായത് ആദ്യം നമ്മൾ വാങ്ങിച്ചപ്പോഴത്തെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും മുളച്ച് വന്നിട്ടുള്ള പൂക്കളാണ് ഇതെല്ലാം. നല്ല ശക്തിയുള്ള മുട്ടും എല്ലാം ഉണ്ട്. ഇപ്പം ചിലപ്പോൾ മുട്ട് നല്ല ശക്തി കുറഞ്ഞിട്ടും കരിഞ്ഞ പോലെയൊക്കെ വരുവാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഫംഗിസൈഡൊക്കെ ഇല്ലേ, സാഫ്, അങ്ങനത്തെ ഫംഗിസൈഡ് ഏതാണെങ്കിലും സ്പ്രേ ചെയ്യണം, നല്ലതാണ്. എന്തെങ്കിലും ജീവികൾ വരുവാണെങ്കിൽ. അത് കൂടാതെ ജൈവികമായിട്ട് ഉണ്ടാക്കുന്ന കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ എടുത്തിട്ട് അതിൽ ഒരു മുടി വേപ്പെണ്ണ ഒഴിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ വേപ്പെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, എന്തെങ്കിലും ഓയിൽ, കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് പ്ലസ് കുറച്ച് നമ്മളുടെ വാഷിംഗ് ലിക്വിഡും കൂടെ കലക്കിയിട്ട് സ്പ്രേ ചെയ്താൽ വളരെ നല്ലതായിട്ട്. ഇലയിൽ വരുന്ന വെള്ള കളറ്, ഈ മുട്ട് കറുത്ത് പോയിട്ട് വിരിയാതെ പൂവില്ലേ, നമുക്ക് ഭയങ്കര സങ്കടമാണ് ഈ മുട്ട് വന്ന ശേഷം വിരിയാതിരിക്കുന്നത്. അതെല്ലാം മാറിപ്പോകും. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പൂക്കളൊക്കെ നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട്.